ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പ്രോസസ്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രോസസ് സ്റ്റേറ്റ്സ്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. അഡീഷണലി 1-2 കാര്യം കൂടി വരുന്നു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഓപ്പറേഷൻസ് ഓൺ പ്രോസസ്സ് എന്നുള്ള ഭാഗത്ത് വരുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രോസസ് ക്രിയേഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പ്രോസസ്സും ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റേറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് സ്റ്റേറ്റിലായിരിക്കും, ന്യൂ സ്റ്റേറ്റിലായിരിക്കും എന്നുള്ളത് അല്ലേ. സോ നമ്മൾ പ്രോസസ് ക്രിയേഷനിൽ എങ്ങനെയാണ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പാരൻറ്റ് ചൈൽഡ് പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. എ പ്രോസസ് മേ ക്രിയേറ്റ് സെവറൽ ന്യൂ പ്രോസസ്സ്. ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ എന്ത് ചെയ്യുന്നു തരത്തിലുള്ള പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ്, ക്രിയേറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു പ്രോസസ്സിന് മറ്റു പല പുതിയ പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എക്സിക്യൂഷൻ ദ ക്രിയേറ്റിംഗ് പ്രോസസ് ഈസ് കാൾഡ് എ പാരൻറ്റ് പ്രോസസ്. ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, പാരൻറ്റ് പ്രോസസ് എന്ന് വിളിക്കും. പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, ചിൽഡ്രൻ പ്രോസസ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ പ്രോസസ്സ് എന്ന് ചൈൽഡ് പ്രോസസ്സ് എന്ന് വിളിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പാരൻറ്റ് പ്രോസസ്സിന് മൾട്ടിപ്പിൾ ചൈൽഡ് പ്രോസസ്സുകളെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈച്ച് ഓഫ് ദിസ് ന്യൂ പ്രോസസ് മേ ഇൻ ടേം ക്രിയേറ്റ് അതർ പ്രോസസ് ഫോമിങ് ദ ട്രീ ഓഫ് പ്രോസസ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പാരൻറ്റ് പ്രോസസ്സ് ഒരു ചൈൽഡ് പ്രോസസ്സിന് ക്രിയേറ്റ് ചെയ്തു. ആ ചൈൽഡ് പ്രോസസ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു മറ്റൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ട്രീ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യുന്ന തരത്തിൽ വരുന്നതാണ് ഈ ക്രിയേഷൻ ഓഫ് പ്രോസസ്. ദെൻ പറയുന്നു മോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഐഡൻറ്റിഫൈ പ്രോസസ് അക്കോർഡിംഗ് ടു യൂണീക് പ്രോസസ് ഐഡൻറ്റിഫൈ പ്രോസസ് ഐ ഡി. നമുക്കറിയാൻ പറ്റും പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്, പ്രോസസ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ. സോ മോസ്റ്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഓരോ പ്രോസസ്സിനും അക്കോർഡിംഗ്ലി എന്തുണ്ടാവും, ഒരു യുണീക്ക് പ്രോസസ് ഐഡൻറ്റിഫയർ ഉണ്ടാവും. ദാറ്റ് മീൻസ് പ്രോസസ് ഐ ഡി ഉണ്ടാവും. ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് ഐ ഡി ഉണ്ടാവും. അതൊരു ഇൻഡിവിജ്വൽ നമ്പർ ആയിരിക്കും. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓരോ പ്രോസസ്സിനും യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് പ്രോസസ് ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് മെമ്മറി ആൻഡ് ഫയൽ സിസ്റ്റംസ്. നമുക്കറിയാൻ പറ്റും ഈ പ്രോസസ്സുകളായിരിക്കും മെമ്മറി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഫയൽ സിസ്റ്റംസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ദെൻ the SCAD process also create the init process എന്ന് പറഞ്ഞിട്ടുള്ള ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വിച്ച് സെർവ്സ് ആസ് ദ റൂട്ട് പാരൻറ്റ് പ്രോസസ് ഫോർ ആൾ യൂസർ പ്രോസസ്. അതുപോലെ തന്നെ എന്താണ്, വിച്ച് സെർവ്സ് ആസ് ദ റൂട്ട് പാരൻറ്റ് പ്രോസസ് ഫോർ ആൾ യൂസർ പ്രോസസ്. അപ്പോൾ കുറേ പ്രോസസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ റൂട്ട് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയിട്ട് ആക്ട് ചെയ്യും. എന്ത്, ഇനിറ്റ് പ്രോസസ് ബിഗിനിങ്ങുള്ള പ്രോസസ്സിന് നമ്മൾ ഇനിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതെന്താണ്, ഇറ്റ് സെർവ്സ് ആസ് ദ റൂട്ട് പാരൻറ്റ് പ്രോസസ് ഫോർ ആൾ യൂസർ പ്രോസസ്. മറ്റ് പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യുന്നു, റൂട്ട് പാരൻറ്റ് പ്രോസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും ഈ ഇനിറ്റ് പ്രോസസ് ആയിരിക്കും. സോ ദെൻ വെൻ എ പ്രോസസ് ക്രിയേറ്റ് എ ന്യൂ പ്രോസസ് ടു പോസിബിലിറ്റി എക്സിസ്റ്റ് ഇൻ ടേംസ് ഓഫ് എക്സിക്യൂഷൻ. അഥവാ ഇപ്പോൾ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പോസിബിലിറ്റി ഉണ്ട്. ദ പാരൻറ്റ് കണ്ടിന്യൂ ടു എക്സിക്യൂട്ട് അക്കോർഡിംഗ്ലി കൺകറൻ്റ്ലി വിത്ത് ഇറ്റ്സ് ചിൽഡ്രൻ. അഥവാ ഒന്നുകിൽ എന്ത് ചെയ്യാം, 2 കേസാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ പാരൻറ്റ് പ്രോസസ്സിന് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം. ഏതിൻ്റെ കൂടെ, കൺകറൻ്റ്ലി ആരുടെ കൂടെ, ചിൽഡ്രൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചിൽഡ്രൻ പ്രോസസ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാം, എക്സിക്യൂഷൻ കൺകറൻ്റ്ലി എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക ആർക്ക്, പാരൻറ്റ് പ്രോസസ്സിന്. അതാണ് ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി പറഞ്ഞാൽ പാരൻറ്റ് പ്രോസസ്സ് അവിടെ വെയിറ്റ് ചെയ്യാം. ഏതുവരെ, ചിൽഡ്രൻ പ്രോസസ്സ് അഥവാ പുതിയ ക്രിയേറ്റ് ചെയ്ത ചിൽഡ്രൻ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് ടെർമിനേറ്റ് ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നു, പാരൻറ്റ് പ്രോസസ്സിന് വെയിറ്റ് ചെയ്യാം. ഈ 2 പോസിബിലിറ്റീസാണ് എക്സിക്യൂഷൻ്റെ കേസിൽ ഉള്ളത്. ദർ ആർ also two possibility in terms of address space of new process. അതുപോലെ തന്നെ അഡ്രസ് സ്പേസിൻ്റെ കേസിലെടുത്താലും 2 പോസിബിലിറ്റീസ് ആണ് അവിടെ വരുന്നത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൈൽഡ് പ്രോസസ് ഈസ് എ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് പാരൻറ്റ് പ്രോസസ്. അഥവാ
ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചൈൽഡ് പ്രോസസ്സ് എന്ത് പാരൻറ്റ് പ്രോസസ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് എന്താണ്, സെയിം പ്രോഗ്രാം അതുപോലെ തന്നെ ഡാറ്റ ഏതിന് പാരൻറ്റിൻ്റെ അതേ സെയിം ഡാറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസ് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ. രണ്ടാമത്തെ എന്താണ്, ഇത് ചൈൽഡ് പ്രോസസ് ഹാസ് ന്യൂ പ്രോഗ്രാം ലോഡഡ് ഇൻ ടു ഇറ്റ്. അഥവാ അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ എന്തുണ്ടാവും, പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, അതേ പ്രോഗ്രാം അതേ ഡാറ്റ തന്നെ ആയിരിക്കും വരുന്നത്. അതാണ് ഫസ്റ്റ് കേസിൽ. മറ്റേതെന്താണ്, പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിലെന്തായാലും ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടാവുക. സോ അതാണ് രണ്ടാമത്തെ കേസ്. ഈ രണ്ട് പോസിബിലിറ്റീസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇതിനിവിടെ ഒരു പ്രോഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്, യൂണിക്സ് കോഡാണ്, യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരു പ്രോഗ്രാം കോഡാണ്. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതായിരിക്കും. നമുക്ക് ഈ താഴെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഈ യുണിക്സിൻ്റെ കേസിൽ പിന്നെ ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോളാണ്. ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോളാണ് നമുക്ക് പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്, എ ന്യൂ പ്രോസസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഫോർക്ക് സിസ്റ്റം കോൾ. ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ന്യൂ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് ദ കോപ്പി ഓഫ് ദ അഡ്രസ് സ്പേസ് ഓഫ് ദ ഒറിജിനൽ പ്രോസസ്. ഒറിജിനൽ പ്രോസസ്സ് ഇപ്പം പാരന്റ് പ്രോസസ്സിൻ്റെ ചിലപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ കോപ്പി ഓഫ് അഡ്രസ് സ്പേസ് ആയിരിക്കും ആർക്കുണ്ടാവുക, പുതിയ വരുന്ന ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് ഉണ്ടാവുക. Then the mechanism allows the parent process to communicate easily with its child process. അതുപോലെ എന്താണ്, അതുകൊണ്ട് തന്നെ പാരന്റ് പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ആരുമായിട്ട് ചൈൽഡ് പ്രോസസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബോത്ത് പ്രോസസ് കണ്ടിന്യൂ എക്സിക്യൂഷൻ അറ്റ് ദ ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ ദ ഫോക്ക് വിത്ത് വൺ ഡിഫറൻസ്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു എന്തോ, ഈ ഒരു ഫോക്ക് എന്ന് പറഞ്ഞുള്ള കമാൻഡ് സിസ്റ്റം കോൾ കൊണ്ട് എന്ത് ചെയ്യും, പുതിയൊരു ചൈൽഡ് പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യും. then അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് തരത്തിലാണ് വരുന്നത്. ദ റിട്ടേൺ കോഡ് ഓഫ് ദ ഫോക്ക് ഈസ് 0 ഫോർ ദ ന്യൂ പ്രോസസ്, വേരിയസ് ദ നോൺ സീറോ പ്രോസസ് ഐഡൻറ്റിഫൈ ദ ചൈൽഡ് ഈസ് റിട്ടേൺ ടു ദ പാരൻറ്റ് എന്നുള്ളതാണ്. അഥവാ 0 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ കോഡ് ഓഫ് ദ ഫോക്ക് ഈസ് 0 ഫോർ ദ ന്യൂ പ്രോസസ്, വേരിയസ് ദ നോൺ സീറോ പ്രോസസ് ഐഡൻറ്റിഫയർ ഓഫ് ദ child is returned to the parent. The exec system call is used after the fork system call by one of the two processes to be replaced process memory space with new program. ഞാൻ പറയാം, ഇപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ ഫോർക്കിന് ശേഷം നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ പ്രോഗ്രാമിൽ പറയുന്ന കാര്യമാണ്. നമുക്ക് ഇങ്ങോട്ട് വരാം. നമ്മൾ പറഞ്ഞു ആദ്യം ഒരു ഫോർക്ക് എന്ന് പറഞ്ഞുള്ള സിസ്റ്റം കോൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്രോസസ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നോക്കുക, ഇവിടെ PID = ഫോർക്ക്, അവിടെ എന്ത് ചെയ്തു, പുതിയൊരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാനാണ് നേരത്തെ അവിടെ ആ ഒരു ലൈനിൽ പറയുന്നത്. അത് റിട്ടേൺ ചെയ്യുന്നത് 0 ആണോ നോൺ സീറോ ആണോ നോക്കിയാൽ മതി. PID അഥവാ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ PIDയുടേത് നോൺ സീറോ വാല്യൂസ് ആയിരിക്കും. 0 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നോൺ സീറോ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ക്രിയേറ്റ് ആയിട്ടില്ല. 0 വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ, പുതിയ പ്രോസസ് ക്രിയേറ്റ് ആയി എന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് <0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അവിടെ എറർ എന്തോ ഒക്കർ ചെയ്തിട്ടുണ്ട്. അഥവാ ഫോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് എന്താണ്, ഫെയിൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂണിക്സ് കമൻസുകൾ അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, printf കാര്യങ്ങളൊക്കെ. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് സോ ഫോർക്ക് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0-നെക്കാട്ടിലും ലെസ്താനോ ഗ്രേറ്റർതാനാണോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ ഫോർക്ക് കമൻറ്റ് ഫെയിലായി എന്നുള്ളതാണ്, അവിടെ അത് ക്രിയേറ്റ് ആയിട്ടില്ല. എൽസിഫിലായിരിക്കും, അതോ പ്രോസസ് ID = 0 ആണെന്നുണ്ടെങ്കിലാണ് അവിടെ എന്താ ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ദെൻ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ എന്തായിരിക്കും, പാരന്റ് പ്രോസസ്സ് തന്നെയാണ്. പാരന്റ് വിൽ വെയിറ്റ് ഫോർ ദി ചൈൽഡ് ടു കംപ്ലീറ്റ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതല്ലാത്ത കേസ്, അഥവാ ലെസ്താനും അല്ല 0 അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഗ്രേറ്റർ ദാൻ എന്നുള്ള രീതിയിൽ, അഥവാ നോൺ 0 എന്നുള്ള ആ ഒരു ഗ്രേറ്റർ ദാൻ എന്നുള്ള കേസാണ് ഇവിടെ വരുന്നത്. മറ്റേതൊരു കേസ് എന്നുള്ളതാണ് എൽസ്, അഥവാ ഈ ഒരു കേസും അല്ല ഈ ഒരു കേസും അല്ലാത്ത മറ്റൊരു കേസ്. അതാണ് അവിടെ എന്താണ്, പാരന്റ് എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് അത് എക്സിക്യൂഷനിലാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്തതിന് ശേഷം ചൈൽഡ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ വരുന്നത്. ദെൻ പുതിയൊരു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മൾ പറഞ്ഞു സിസ്റ്റം കോൾ ലോഡ് എ ബൈനറി ഫയൽ ടു മെമ്മറിയിലോട്ട് ബൈനറി ഫയൽ എന്ത് ചെയ്യുന്നു,
ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റാണ് എക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ആദ്യം ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, പാരൻറ്റ് പ്രോസസ്സ് എന്താവും, പാരൻറ്റ് പ്രോസസ്സ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുക, അതെന്ത് ചെയ്യും, വെയിറ്റ് സ്റ്റേറ്റിലോട്ട് പോകും, വെയിറ്റ് സ്റ്റേറ്റിലായിട്ട് നിൽക്കുമായിരിക്കും. ദെൻ അവിടെ എന്ത് ചെയ്യും, ചൈൽഡ് പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ആവും, ചൈൽഡ് പ്രോസസ്സ് എന്താവും, എക്സിക്യൂഷനിലോട്ട് വരും, എക്സിക് എന്നുള്ള സിസ്റ്റം കോൾ വെച്ചിട്ട് എക്സിക്യൂഷനിലോട്ട് വരും. ദെൻ എന്ത് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെന്ത് ചെയ്യും, എക്സിറ്റ് ആവും. ദാറ്റ് മീൻസ് അതിൻ്റെ ആ ചൈൽഡ് പ്രോസസ്സ് മുഴുവനായിട്ട് എക്സിക്യൂട്ട് ആയി. ദെൻ അത് എക്സിറ്റ് ആയതിനു ശേഷമായിരിക്കും, എക്സിറ്റ് ആയാൽ പിന്നെ എങ്ങോട്ടാണ് വരിക, അത് ആരറിയിക്കണം, ഈ പാരൻറ്റ് പ്രോസസ്സ്, വെയിറ്റിങ്ങിലുള്ള പാരൻറ്റ് പ്രോസസ്സിലോട്ടായിരിക്കും അതിൻ്റെ കൺട്രോൾ പോവുക. ദെൻ വെയിറ്റിങ്ങിലുള്ള പാരൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും, റെസ്യൂം ചെയ്യും. അതാണ് ഈ ഒരു ഡയഗ്രാം വെച്ച് നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് വേഗം ക്ലിയർ ആവും. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് പ്രോസസ് ക്രിയേഷൻ്റെ കേസിൽ വരുന്നത്. ദെൻ പ്രോസസ് ടെർമിനേഷൻ, അനദർ ഓപ്പറേഷൻ ഓഫ് പ്രോസസ്സാണ് പ്രോസസ് ടെർമിനേഷൻ. അഥവാ എല്ലാ കാര്യങ്ങളും അഥവാ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞു, എക്സിറ്റ് കമാൻഡ് അല്ലേ, അതാണ് ഈ പ്രോസസ് ടെർമിനേഷനിൽ വരുന്നത്. ഇവിടെ നോക്കാം, ടെർമിനേഷൻ ക്യാൻ occur in other circumstances as well. A process can cause the termination of another process via an appropriate system call. നമുക്കറിയാൻ പറ്റും, ഇപ്പം ഒന്നെങ്കിൽ എന്താവും, ഒരു പ്രോസസ്സിന് ഇവിടെ പറയുന്നത് എക്സിറ്റ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഇതാണ്, എക്സിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു പ്രോസസ്സ് മൊത്തം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈൽഡ് പ്രോസസ്സ് ഇവിടെ എന്തായിരുന്നു, ക്രിയേറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം, അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ ഉപയോഗിച്ചുകൊണ്ട് എന്താവും, ടെർമിനേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് പ്രോസസ് ടെർമിനേഷൻ നടക്കും. ഇനി അതല്ല, രണ്ടാമത്തേതിൽ പറയുന്നത് ഇനിയിപ്പോൾ ഒരു പ്രോസസ്സിന് മറ്റൊരു പ്രോസസ്സിന് ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന കേസ് ഉണ്ടാവും. സോ ആ കേസിൽ എങ്ങനെയാണ്, ഏത് സിസ്റ്റം കോളാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെർമിനേറ്റ് പ്രോസസ് ഓ എന്നുള്ള സിസ്റ്റം കോളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏതിൻ്റെ കേസിൽ, വിൻഡോസ് Win32ൻ്റെ കേസിലുള്ള സിസ്റ്റംസിലൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റം കോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോസസ്സിനെ മറ്റൊരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. Okay, so usually such a system call can be invoked only by parent of the process that is to be terminated. ഒരിക്കലും എങ്ങനെ പറ്റുള്ളൂ, പാരൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചൈൽഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ പാരന്റ് മേ ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് വൺ ഓഫ് ഇറ്റ്സ് ചിൽഡ്രൻ ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ് സച്ച് ആസ് ദിസ്. എപ്പോഴാണ്, അതും ഏതൊക്കെ ഒരു റീസൺ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ പാരന്റ് പ്രോസസ്സിനും ചൈൽഡ് പ്രോസസ്സിനും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ചൈൽഡ് ഹാസ് എക്സിക്യൂട്ടഡ് ഇറ്റ്സ് യൂസേജ് ഓഫ് സം ഓഫ് ദ റീസൺ ദാറ്റ് ഇറ്റ് ഹാസ് ബി അലോക്കേറ്റഡ്. ഈ അലോക്കേറ്റ് ചെയ്ത സം റീസൺ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചൈൽഡ് പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും, ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദ ടാസ്ക് അസൈൻ ടു ദ ചൈൽഡ് ഈസ് നോ ലോങ്ങർ റിക്വയർഡ്. അഥവാ ചൈൽഡ് പ്രോസസ്സിന് കൊടുത്തിരുന്ന ഡ്യൂട്ടി അതെന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്, ആ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനോട് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അങ്ങനത്തെ കേസിൽ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദ പാരന്റ് ഈസ് എക്സിറ്റിംഗ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡസ് നോട്ട് അലോ എ ചൈൽഡ് ടു കണ്ടിന്യൂ ഇഫ് ഇറ്റ്സ് പാരന്റ് ടെർമിനേറ്റ്സ്. അഥവാ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, പാരന്റ് പ്രോസസ്സ് അവിടെ എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യേണ്ട, ചൈൽഡ് പ്രോസസ്സിന് അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, കാരണം എന്താണ്, പാരന്റ് പ്രോസസ്സ് അവിടെ ടെർമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അങ്ങനെ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചൈൽഡ് പ്രോസസ്സിന് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കൺസിഡർ ദാറ്റ് ദി യൂണിക്സ് വി ക്യാൻ ടെർമിനേറ്റ് പ്രോസസ് ബൈ യൂസിങ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പ്രോസസ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. ഇറ്റ്സ് പാരന്റ് പ്രോസസ് മേ വെയിറ്റ് ഫോർ ദ ടെർമിനേഷൻ ഓഫ് ദ ചൈൽഡ് പ്രോസസ് ബൈ യൂസിങ് വെയിറ്റ് സിസ്റ്റം കോൾസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പാരന്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിറ്റിന് വേണ്ടിയിട്ട് അഥവാ ടെർമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്, വെയിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ്. ദ വെയിറ്റ് സിസ്റ്റം കോൾ റിട്ടേൺ ദ പ്രോസസ് ഐഡന്റിഫയർ of the termination child so that the parent can tell which of its possibly many children has terminates. If the parent terminates, however, all its children have assigned as their new parent in its process. അതുപോലെ തന്നെ പാരൻസ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ചിൽഡ്രൻസിന് എന്ത് ചെയ്യാം, അതിൻ്റെ പുതിയ പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇനിറ്റ് ചെയ്യാൻ പറ്റും. ഇനിറ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെ എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോസസ് ടെർമിനേഷനിൽ വരുന്നത്. സോ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം, പ്രോസസ് ക്രിയേഷൻ എഴുതാം, പ്രോസസ് ടെർമിനേഷൻ എഴുതാം. അതുപോലെ തന്നെ നമ്മൾ പ്രോസസ് സ്റ്റേറ്റ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ,
എന്താണ് ബ്ലോക്ക് ആൻഡ് അൺലോക്ക് പ്രോസസ്സുകളെ കറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ബ്ലോക്ക് ചെയ്യാം. അതെന്ത് ചെയ്യാം അങ്ങനെ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ആൻഡ് അൺബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അൺബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സസ്പെൻഡ് മറ്റൊരു ഓപ്പറേഷനാണ് സസ്പെൻഡ് ആൻഡ് റെസ്യൂം അല്ലേ, നമ്മൾ പഠിച്ചതാണ് സ്റ്റേറ്റുകൾ പഠിച്ചതാണ്. സസ്പെൻഡ് ചെയ്ത് വെക്കാവുന്നതാണ്, സസ്പെൻഡഡ് റെഡി സ്റ്റേറ്റ്, സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെസ്യൂം ചെയ്യാൻ പറ്റും. സോ സസ്പെൻഡ് ആൻഡ് റെസ്യൂം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് is an operation on process. So process creation, process termination, block and unblock process, suspend and resume process. These are the main operations on process. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് കേട്ടോ.